ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് സമാപിച്ചു. കേരളത്തിന് പുറമെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന കർണാടക, പശ്ചിമബംഗാൾ തുടങ്ങി 11 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വൈകുന്നേരം 6 മണിവരെ ക്യൂവിലുള്ളവർക്ക് പോളിംഗിന് അവസരമൊരുക്കിയിട്ടുണ്ട്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ സംസ്ഥാനത്ത് 70.05% പോളിംഗ് രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും ഇവ ഉടൻ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയായിരുന്നു. കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. പൊന്നാനി മണ്ഡലത്തിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ ശുഭപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 20 ലോക്സഭാ മണ്ഡലങ്ങളും UDF നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി വികസനത്തിനു വേണ്ടി വോട്ട് ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. മലബാർ മേഖലയിലെ സുപ്രധാന മണ്ഡലമായ കോഴിക്കോട് ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് 73.34% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറെ രാഷ്ട്രീയ ശ്രദ്ധ നേടിയ വടകര മണ്ഡലത്തിൽ 73.36% പോളിംഗും രേഖപ്പെടുത്തി. ഇരു മണ്ഡലങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിനുള്ള നിശ്ചയ സമയം കഴിഞ്ഞിട്ടും പലയിടത്തും വോട്ടെടുപ്പ് നടപടികൾ തുടരുന്നതായിരുന്നു റിപ്പോർട്ട്. നീണ്ട നിരയാണ് ഗ്രാമീണ മേഖലയിലെ ബൂത്തിൽ പലയിടത്തും ദൃശ്യമാകുന്നത്. 70% മുകളിലാണ് മണ്ഡലങ്ങളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ബാലുശ്ശേരിയിൽ 72.06, എലത്തൂർ 72.75, ബേപ്പൂർ 72.82, കുന്നമംഗലം 74.15, കൊടുവള്ളി 73.38, കുറ്റ്യാടി 69.44, നാദാപുരം 70, കൊയിലാണ്ടി 72.03, പേരാമ്പ്ര 72, തലശ്ശേരി 74, കൂത്തുപറമ്പ് 73 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായിരുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഏതാണ്ട് തുല്യനിലയിലാണ് പോളിംഗ് മുന്നേറിയത്. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെങ്കിലും വോട്ടെടുപ്പിൽ പുരുഷന്മാരുടെ പങ്കാളിത്തമാണ് കൂടുതൽ രേഖപ്പെടുത്തിയത്. ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയും തമിഴ് വോട്ടുകളും മനുഷ്യ വന്യജീവി സംഘർഷവും കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഇടുക്കിയിൽ ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് 66.39% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മൂന്നാർ, ഉടുമ്പൻചോല, പീരുമേട് തുടങ്ങിയ തോട്ടം മേഖലയിലും തൊടുപുഴ, മൂവാറ്റുപുഴ എന്നിവിടങ്ങൾ ഉൾപ്പെടെ ലോ റേഞ്ച് പ്രദേശങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടൊപ്പം ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ട്രൈബൽ മേഖലകളിലും സ്ത്രീകൾ അടക്കമുള്ളവർ രാവിലെ മുതൽ വോട്ട് ചെയ്യാനെത്തി. പൊതുവെ സമാധാനപരമായിരുന്നു ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ്. വോട്ടിംഗ് മെഷീനുകളുടെ സാങ്കേതിക തകരാർ മൂലം ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് വൈകിയാണ് തുടങ്ങിയത്. അക്രമ സംഭവങ്ങൾ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തോട്ടം മേഖലകളിലെ പ്രതിസന്ധിയും ഇടിഞ്ഞുപൊളിഞ്ഞ ലയങ്ങളിലെ താമസം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. വനമേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണവും ആളുകളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നതും നഷ്ടപരിഹാരവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ മേഖലകളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി മാറിയിരുന്നു. ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശത നേരിടുന്നവർക്കും വോട്ട് ചെയ്യാൻ പത്തനംതിട്ട നഗരസഭയിൽ മുണ്ടുകോട്ടയ്ക്കൽ ശ്രീനാരായണ ശതവത്സര മെമ്മോറിയൽ LP സ്കൂളിലെ 3 ബൂത്തുകളിൽ ഇത്തവണയും ഡോളി സംവിധാനം ഒരുക്കി. വോട്ട് ചെയ്യാൻ 43 പടിക്കെട്ടുകളാണ് കടക്കേണ്ടത്. വോട്ടർമാർക്കായി 4 ഡോളി സജ്ജമാക്കിയത് കോഴഞ്ചേരി താലൂക്ക് അധികൃതരാണ്. സംസ്ഥാനത്തെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 74.28% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കന്നഡ വോട്ടർമാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് സമാധാനപരമായിരുന്നു. പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ വന്നത് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലും കുറവ് വന്നത് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലുമാണ്. ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീകളാണ്. 75.13% സ്ത്രീകളുടെ പ്രാതിനിധ്യം. ഇനിയും ഇതിൽ കൂടാനാണ് സാധ്യത. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരുടെ നേതൃത്വത്തിൽ വളരെ സൂക്ഷ്മമായി പ്രവർത്തിച്ചിരുന്നു. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെർക്കള സെൻട്രൽ 115 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടക്കുന്നതായുള്ള പരാതിയിൽ നടപടി സ്വീകരിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 ലോക്സഭാ സീറ്റുകളിലേക്ക് അടുത്ത മാസം 20-നാണ് വോട്ടെടുപ്പ്.
നാലാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിലെ 13 മഹാരാഷ്ട്രയിലെ 11 മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും ബീഹാറിലെ 5 ഝാർഖണ്ഡിലെയും ഒഡീഷയിലെയും 4 വീതവും ജമ്മുകാശ്മീരിലെ 1 സീറ്റിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം 13-നാണ് നാലാംഘട്ട തിരഞ്ഞെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ മാൽഡയിലും ബീഹാറിലെ മുൻഗേരിയിലും അരരിയയിലും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലെ ബിജാപൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള വിജയപുരയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവരങ്ങൾ വിവിപാറ്റ് സ്ലിപ്പുകളുമായി 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി തള്ളി. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച വിവരങ്ങൾ കണക്കിലെടുത്താണ് ഉത്തരവ്. ഒരു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിനെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ദേശീയ സംസ്കൃത സർവകലാശാലയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം സംസ്കൃത സർവകലാശാലയിലെത്തിയത്. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യൻ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. ജ്യോതി സുരേഖ വെനം, അഭിഷേക് വർമ്മ എന്നിവരുടെ സഖ്യമാണ് മെക്സിക്കൻ താരങ്ങളെ പരാജയപ്പെടുത്തി മെഡൽ ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനലിൽ എസ്റ്റോണിയയാണ് ഇന്ത്യയുടെ എതിരാളി. ഇതോടെ 4 മെഡലുകളാണ് ഇന്ത്യ ഉറപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലായ INS സഹ്യാദ്രി ബ്രിട്ടീഷ് നാവികസേനയുമായി ചേർന്ന് നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങൾക്കും മികച്ച നാവിക വൈദഗ്ധ്യം കൈമാറാനുള്ള അവസരമായി ഇത് മാറി. ടാൻസാനിയയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും 155ഓളം പേർ മരിച്ചു. 2 ലക്ഷത്തിലധികം ആളുകളാണ് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി കാസിം മജലിവ പാർലമെന്റിൽ അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഷാങ്ഹായ് സഹകരണ മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ കസാഖിസ്ഥാനിൽ ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഇസ്രായേലിലേക്ക് ഈജിപ്ത് ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ അയച്ചു. ഗസയിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടർന്ന സാഹചര്യത്തിലാണ് ഈജിപ്ത് പ്രത്യേക സംഘത്തെ അയച്ചത്. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം, യുദ്ധത്തിനിടെ പലായനം ചെയ്യേണ്ടിവന്ന പലസ്തീൻകാർക്ക് തിരികെ പോകാനുള്ള സാധ്യത തുടങ്ങിയവയും പ്രത്യേക സംഘം ചർച്ച ചെയ്യും. പശ്ചിമബംഗാളിൽ ഡാർജിലിംഗ്, ബലൂർഘട്ട്, റായ്ഗഞ്ച് മണ്ഡലങ്ങളിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊഴികെ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ചില ബൂത്തുകളിൽ വോട്ടർമാരെ BSF സ്വാധീനിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ BSF നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നതെന്ന് BSF വ്യക്തമാക്കി. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ വിവിധയിടങ്ങളിൽ 6ഓളം പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായത് ഹരിതചട്ട പാലനമായിരുന്നു. ഇതു സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം സർക്കാർ മുൻകൂട്ടി തന്നെ നൽകിയിരുന്നു. പ്രചാരണത്തിലേതിനേക്കാൾ വോട്ടെടുപ്പിൽ ഹരിതചട്ടം നടപ്പായത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഡിസ്പോസിബിൾ വസ്തുക്കൾ പരമാവധി ഒഴിവാക്കിയും ജൈവ അജൈവ മാലിന്യങ്ങൾ വെവ്വേറെ തരംതിരിച്ച് നിക്ഷേപിച്ചും ഹരിതമാർഗ്ഗങ്ങളിലൂടെ ബൂത്തുകൾ സജ്ജമാക്കിയും മാതൃക തീർത്തു. ഹരിത കർമ്മസേനാംഗങ്ങളുടെ സേവനം ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ ബൂത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉറപ്പാക്കിയിരുന്നു. ശേഖരിച്ച പാഴ്വസ്തുക്കൾ ശാസ്ത്രീയ സംസ്കരണത്തിന് കൈമാറും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.